ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നെൻ്റെ സ്ക്വാഡ് റിവീലിംഗ് വീഡിയോ ആണ്. സ്ക്വാഡ് റിവീലിംഗ് വീഡിയോ മാത്രമല്ല, ഞാൻ എൻ്റെ ഗെയിം പ്ലാൻ ലിസ്റ്റും, അതായത് ഞാൻ കളിക്കുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. നമുക്ക് നേരെ ഗെയിം പ്ലാൻ ലിസ്റ്റിലേക്ക് പോകാം. ഗെയിം പ്ലാൻ ലിസ്റ്റ് പോയിട്ട് സ്ക്വാഡ് കാണിച്ചു തരാം. സ്ക്വാഡ് ബിൽഡിങ്ങും അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 442 ആണ്. 442 എന്ന് പറയാം, 422 എന്നും കൂടി പറയാം. കൗണ്ടറല്ല, ലോങ് ബോൾ കൗണ്ടറാണ് യൂസ് ചെയ്യാറ്. പെനറി കോച്ചുള്ളതുകൊണ്ട് ഇതിടുന്നു. നമുക്ക് സ്കോഡ് ബിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് താഴെ തുടങ്ങാം. ജി കെ എന്ന് അപ്പം എൻ്റെ ഉള്ള ജി കെ ഇതിനുള്ള കോർട്ടോയ്സാണ് 104 പോകുന്ന സീന. ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. എനിക്ക് അത്യാവശ്യം റിസൾട്ടൊക്കെ തരുന്നുണ്ട്. സ്റ്റാറ്റ്സ് വൈസ് ഒപ്പി കാർഡാണ്. സെറ്റ് കാർഡാണ്. ഇനി അടുത്തത് നമ്മുടെ സി ബി, രണ്ട് മെയിൻ സി ബി, ഒരു ബിൽഡപ്പ്, ഒരു ഡിസ്ട്രോയർ കോമ്പാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നല്ല റിസൾട്ട് തരുന്നതും. അപ്പോൾ നമ്മുടെ ഡിസ്ട്രോയർ നോക്കുകയാണെങ്കിൽ പുയോളാണ്. 104 റേറ്റ് പോകുന്നത്. പുയോൾ മറ്റാൻ ഈ ഒരു റേഞ്ചിൽ കിടന്ന് ഡിസ്ട്രോയർ അതുകൊണ്ട് കിടന്ന് കളിച്ചോളും. അപ്പോൾ സെറ്റാണ്. ഇനി ഇപ്പോൾ മറ്റേ സ്റ്റാർട്ട്സ് കഴിഞ്ഞാൽ ഡിസ്ട്രോയറാണ് തന്നെ സെറ്റ് കാർഡാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഒരു ബിൽഡപ്പാണ്. ബിൽഡപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഫ്രീ കിട്ടി നമ്മുടെ ഡിലേറ്റിൻ്റെ കാർഡ്. OP സ്റ്റാർട്സ് എന്ന് പറയാം. ഒരു രക്ഷയിലുള്ള സ്റ്റാർട്സാണ് ഡിലേറ്റിൻ്റെത്. ബിൽഡപ്പ് ഫ്രീ കിട്ടിയതാണെന്നൊരു പ്രശ്നമേ ഇല്ല. മച്ചാൻ നല്ല സ്കിൽസ് ഉണ്ട്. അത്യാവശ്യം ബ്ലോക്കർ ആനാലിസിസ് പറ്റിയ ഒരു സി ബിക്ക് വേണ്ട എല്ലാ സ്കില്ലും ഉണ്ട്, നല്ല സ്റ്റാറ്റ്സും ഉണ്ട്. നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്കും. ഇപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ഉണ്ടാവുന്ന കോസ്റ്റക്കട്ടയുടെ കാർഡാണ്. ഫ്രീ കൊടുത്ത പെനാൽറ്റി നീട്ടിയ കോസ്റ്റക്കട്ടയുടെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് കാർഡാണ്, ഒരു പ്രശ്നമില്ല. ഡിഫൻസീവ് വൈസും മച്ചാൻ സെറ്റാണ്. അറ്റാക്കിന് അവർ കടത്തിവിട്ടില്ല. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രീ കിട്ടിയ വല്ലറ്റി, ഫ്രീ അല്ല ഇവൻറ്റിൽ നിന്ന് കിട്ടിയ വല്ലറ്റി സെറ്റ് കാർഡെന്ന് വെച്ചാൽ മച്ചാൻ സെറ്റാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 DMF ആണ്. ഒരു ആങ്കർമാൻ അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ്, പിന്നെ ഒരു ഡിസ്ട്രോയർ. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് അത്യാവശ്യം റിസൾട്ട് തരുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഡിസ്ട്രോയർ എടുക്കുകയാണ്. മെക്കലിനെ യൂസ് ചെയ്യുന്ന മറ്റേ ഫ്രാൻസിൻ്റെ കാർഡ് മെക്കലയിലെ. ഞാനിങ്ങനെ ആ റേഞ്ച് കടന്ന് കളിക്കും. സെറ്റാണ്. നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു DMF വേണം. ഞാൻ ബോക്സ് ബോക്സ് യൂസ് ചെയ്യും, ആങ്കർമാൻ യൂസ് ചെയ്യും. ആങ്കർമാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കൊരു പഴയ ഒരു കാർഡ് കിടക്കുന്നത്, മറ്റേ കാസമേറോൻ്റെ ആ ഒരു കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാനില്ലല്ലോ, ഓക്കെ. അതാ കിടക്കുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് വരുന്നുണ്ട്. 9 റേറ്റ് പോകുന്ന സെറ്റ് ഒരു കാർഡാണ്. ഫിസിക്കലി അത്യാവശ്യം സ്ട്രോങ് ആണ്. നല്ല സ്റ്റാറ്റ്സ് വൈസും മറ്റേ രക്ഷയില്ല സാധനം. ആഗ്രഹമായതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വിട്ട് പോവുകയില്ല. അടുത്തായിട്ട് നമുക്ക് പോകുന്നത് 2 AMF ആണ്. 2 AMFിൽ ഞാൻ 2 പേരും ഹോൾ പ്ലേയേഴ്സാണ് ഇരിക്കുന്നത്. നല്ല പാസിങ്ങുള്ള 2 ഹോൾ പ്ലേയേഴ്സ്. അതിലൊരാളെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബെല്ലിംഗ്ഹാമാണ് യൂസ് ചെയ്യുന്നത്. 106 പോകുന്ന ബെല്ലിംഗ്ഹാം. പറയേണ്ട ആവശ്യമില്ലല്ലോ, സെറ്റുകളാണ്. ഹോൾ പ്ലെയർ, ബാറ്റ് സൈസൊക്കെ പക്കാണ്. ഫിനിഷിംഗ് ഉണ്ട്, ഡ്രിബിളിംഗ് ഉള്ളൊരു സെറ്റ് കാർഡ്. അടുത്തൊരു AMF നോക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കാണ്. ക്രൈഫ് സെറ്റ് സാധനം. 102 പോകുന്ന AMF, നല്ല പാസിങ്ങും നല്ല സ്റ്റാറ്റ്സുള്ള ഒരു കാർഡ്. നമുക്ക് 2 CF വേണം. 2 CF എന്ന് വെച്ചാൽ ഗോൾ പോച്ചേഴ്സ് ആയിരിക്കണം. ഗോൾ പോച്ചേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നാമത്തത് നമ്മുടെ ഷോർട്ട് ടൈം. എൻ്റെ ഫേവറേറ്റ് കാർഡ് കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗോൾ പോച്ചറാണ്. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഉണ്ട്, സ്പീഡുണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്. സെറ്റ് കാർഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നല്ല സ്പീഡും കിക്കിംഗ് പവറും ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പീഡും ഉണ്ട്, ആക്സലേഷനും ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത CF നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്പീഡുള്ള പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐക്കോണിക് റൊമ്മി. ഐക്കോണിക് റൊമ്മി 100 റേറ്റിംഗ് പോകുന്ന ഐക്കോണിക് റൊമ്മി, സ്പീഡും ആക്സലേഷനുള്ള പക്കാ CF. ഗോൾ പോച്ചർ നോക്കുകയാണെങ്കിൽ ടൈപ്പ് കോസ് കിക്കുമ്പോഴൊക്കെ ഉള്ള സെറ്റ് കാർഡാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സബ് വേണം. സബ്ബിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 2 CF യൂസ് ചെയ്യും. ഒന്നതാ ആൻറ്റിഗോൾ സൂപ്പർ സബ്ബായിട്ട് സൂപ്പർ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. ഇനി മൊറിയൻഡസ്. ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഉള്ള ഹെഡറൊക്കെ പോലെ തന്നെ 99 ഹെഡിങ്ങുള്ള അത്യാവശ്യം ഫിസിക്കുള്ള അച്ഛൻ. ഇനി 2 AMF വേണം. ഒരാളാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഹോൾ പ്ലെയർ കക്കാവയാണ്. അച്ഛൻ സീൻസാണ്, ഒരു രക്ഷയില്ല. നല്ല പാസും അത്യാവശ്യം റൈറ്റ് വശമുള്ള കാർഡ്.
പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മെസ്സിനെയാണ്. എല്ലാവർക്കിടയിലും ഉണ്ടാകും, ഈ കൊടുത്ത കാർഡാണ്. എനിക്ക് നല്ല റിസൾട്ട് വരുന്നത് കാണാണ്. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഉണ്ട്, റിസൾട്ട് വരുന്ന കാർഡായിട്ട് തോന്നി, ഞാൻ പിന്നെ എടുത്തിട്ടു. ഇനി നോക്കുകയാണെങ്കിൽ 2 DMF വേണം. അതിലൊരാൾ ഞാൻ യൂസ് ചെയ്യുന്നത് കുണ്ടേനെയാണ്. നമുക്ക് ബോക്സ് ടു ബോക്സ് ആണ് പെനാൽറ്റി കിട്ടിയ കാർഡ്. മറ്റേ സീനാണ്. ഇച്ചിരി പ്രശ്നമെന്ന് വെച്ചാൽ ഹൈറ്റാണ്. അടുത്തത് നമുക്കിനി ഒരു DMF കൂടി വേണം. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ മറ്റേ പെനാൽറ്റി കിട്ടിയ റൂബൻ നവാസ്. ഞാൻ ഓവറായിട്ട് യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാറി യൂസ് ചെയ്യും. അത് ഫോം അനുസരിച്ച് യൂസ് ചെയ്യാറുള്ളൂ. ഷോർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ ഫോം അനുസരിച്ച് കൊണ്ടേ മാറുമ്പോൾ അതിനനുസരിച്ച് ചേർക്കാറുള്ളൂ. പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ CV ആയിട്ട് കളയണമല്ലോ, അപ്പോൾ ബിൽഡപ്പായിട്ട് വെക്കാമെന്ന് യൂസ് ചെയ്യാറുണ്ട്. വെക്കാമിനെ പറ്റിയൊന്നും പറയണല്ലോ, അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സുള്ള CV. നമുക്കൊരു ഡിസ്ട്രോയർ വേണം. ഞാൻ ഡിസ്ട്രോയറായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള റൂബൻ ഡൈസിനാണ്. ഫിസിക്കും അത്യാവശ്യം സ്പീഡുള്ള റൂബൻ ഡൈസ്. മാൻസിറ്റിയുടെ കാർഡ് ഹൈലൈറ്റഡ് ആണ്, ചെയ്യാണ്, ഒരു രക്ഷയില്ല, നെറ്റ് കാർഡാണ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് കാർഡ് എന്ന് പറയാം. പൊസിഷനൊക്കെ സെറ്റാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു കാർഡ് നമ്മുടെ എംബാപ്പെ. അച്ഛൻ ഫ്രീ കൊടുത്ത കാർഡാണെങ്കിലും ഒരു കുഴപ്പം സീനുമില്ല. നല്ല സ്റ്റാറ്റ്സും നല്ല സെറ്റ് കാർഡ്. ഞാൻ ഇടയ്ക്ക് CF ആയിട്ട് ഇറക്കാറുണ്ട്, ഫോം അനുസരിച്ച് CF ആയിട്ട് ഇറക്കാറുണ്ട്. ഇനി ഒരു AMF ആയിട്ട് ഞാൻ കളിക്കുന്നതാണ് നമ്മുടെ ബയേൺ മ്യൂണിക്കിൻ്റെ മീനസ്, മറ്റേ റോമിയുടെ ബാറ്റിൽ വന്നത്. അടുത്തതായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് കാർഡ് തന്നെയാണ് ഐക്കോണിക് റൊണാൾഡീനിയോ. എൻ്റെ ഒരു ഫേവറേറ്റ് കാർഡാണ് റൊണാൾഡീനിയോ. അങ്ങനെ ഇറക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് AMF ആയിട്ട് ഇറക്കാറുണ്ട്, കുഴപ്പമില്ല, സ്റ്റാറ്റ്സും ഉണ്ട്. പിന്നെ ഞാൻ ഇറക്കുന്നൊരു കാർഡാണ് നമ്മുടെ DMF ആയിട്ട് ഇടയ്ക്ക് മാറ്റി ഇറക്കാൻ ഓർക്കസ്ട്രേറ്റർ ഗാർഡിയോള. എനിക്കങ്ങോട്ട് പ്ലേ സ്റ്റോറിൽ ഓഫർ വന്നപ്പോൾ കിട്ടിയതാണ്. ഞാൻ എടുത്താൽ കേട്ടോ. അതാണ് എൻ്റെ സ്കോഡ് കാണിച്ചാണ് സ്കോഡ് ഫിനിഷ് ചെയ്യുന്നത്. അത്യാവശ്യം റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിയതിന് ശേഷം നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ക്യാപ്റ്റനായിട്ട് റൊണാൾഡോനെ യൂസ് ചെയ്യാറ്, ഇവിടെ കൊട്ടായതുകൊണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്കോഡ് ബിൽഡിംഗ് വീഡിയോ, ഒരു സ്കോഡും. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.